ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാണ്ട് ഇവിടെ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജിൽ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, ശേഷം ഇവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഏറ്റവും കോളേജാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ 1000 രൂപ മാത്രം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതല്ല, നിങ്ങൾക്കിപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 25,000 രൂപയോളം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ എത്ര രൂപയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് പേജിൽ പേയ്മെൻറ്റ് മെത്തേഡ് വരും. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് ചെലാൻ രൂപേണ ചെയ്യാം, അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാം. ഇനി ഫെഡറൽ ബാങ്ക് ചെലാൻ രൂപേണ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിവിടെ പ്രിൻറ്റ് ചെലാൻ എന്നുള്ളത് കൊടുക്കുക. ശേഷം ആ ഒരു ചെലാൻ നിങ്ങൾ പ്രിൻറ്റ് എടുത്തിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നവർക്ക് 24 മണിക്കൂറോളം എടുക്കും നമ്മുടെ വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ആവാനായിട്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിനായിട്ട് അത് സെലക്ട് ചെയ്തിട്ട് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് പേജിൽ ഏത് പേയ്മെൻറ്റ് മോഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അത് കൊടുക്കുക. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അത് കൊടുക്കുക. അതല്ല UPI മീൻസ് ഗൂഗിൾ പേ, പേടിഎം ഇങ്ങനെയുള്ള UPI വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം, ഇപ്പം UPI ആണെങ്കിൽ UPI ID കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാർഡാണെങ്കിൽ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നല്ല നെറ്റ് സ്പീഡ് ഉള്ള ടൈമിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും തുടർന്നുള്ള സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കത്തുമില്ല. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പരിഗണന ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ടൈം പറയുന്നത് ഓഗസ്റ്റ് 6 വൈകുന്നേരം 5 മണിക്ക് മുൻപേ ആയിട്ടാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. പിന്നെ രണ്ടാം അലോട്ട്മെൻറ്റിനായുള്ള ഓപ്ഷനുകളുടെ പുനഃക്രമീകരണം 2025 ഓഗസ്റ്റ് 6 വൈകുന്നേരം 5 മണിക്ക് മുൻപായി നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം, മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പുതിയതായിട്ട് കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പം നിങ്ങളുടെ കോളേജ് ലിസ്റ്റിൽ പുതിയ കോളേജുകൾ വന്നിട്ടുണ്ട്. ആ പുതിയ കോളേജുകൾ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നേരത്തെ നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റിനൊക്കെ മുമ്പേ കോളേജ് ലിസ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എത്രാമത്തെ ഓപ്ഷനാണോ ലഭിച്ചിട്ടുണ്ടായിരിക്കുക, ആ ഓപ്ഷന് താഴോട്ടുള്ള ലോവർ ഓപ്ഷൻസ് എല്ലാം തന്നെ ക്യാൻസലായി പോകും. ഹയർ ഓപ്ഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 16ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ ആ ഒരു 17 മുതൽ നിങ്ങൾ എത്ര ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടോ ആ ഓപ്ഷൻസ് എല്ലാം ക്യാൻസലായി പോകും. 1 മുതൽ 15 വരെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോളേജാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടിയതെങ്കിലും നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ശേഷം അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട്, പുതുതായി അംഗീകാരം ലഭിക്കുന്ന കോളേജുകൾ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് കോളേജ് ലിസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്കായി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ പറയുന്നുണ്ട്, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് അംഗീകൃത ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതിനും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ അവസരവും നൽകുന്നതാണ്. അപ്പം ലിസ്റ്റ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പുതിയ കോളേജുകളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കോളേജുകൾ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പുതിയ കോളേജുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് റീഅറേഞ്ച് ഓപ്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം അടുത്ത പേജിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ കൂടി ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ
നിങ്ങൾക്ക് താല്പര്യമുള്ള ഓർഡറിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ഈ ഒരു ഓപ്ഷനെയും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും അലോട്ട്മെന്റ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്തിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഇപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോക്കൺ ഫീ റീഫണ്ട് ആകുമോ എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഒരു അലോട്ട്മെന്റും നിങ്ങൾക്ക് താല്പര്യമില്ല, ഇപ്പോൾ സ്പോട്ട് അഡ്മിഷനൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റുകളിലൊന്നും നിങ്ങൾ തൃപ്തരല്ല, അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ തിരിച്ചു കിട്ടുമോ എന്നാണ് പല കുട്ടികളും ചോദിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ടോക്കൺ ഫീ റീഫണ്ട് ആയി കിട്ടും. അത് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴൊന്നും കിട്ടില്ല. നിങ്ങളുടെ അലോട്ട്മെന്റ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 10, 14, 15 സ്പോട്ട് അലോട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. സീറ്റ് വേക്കൻസിയുടെ അതിനെ അടിസ്ഥാനമാക്കിയാണ് അലോട്ട്മെന്റ്സ് വരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഏകദേശം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അഡ്മിഷനൊക്കെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടവർക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും എഡിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, താല്പര്യമുള്ളവർ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്